സുധാകരൻ ലക്ഷ്യമിട്ടത് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പായിരുന്നു. പിണറായി വിജയനെ തോൽപ്പിക്കാനുള്ള തിരഞ്ഞെടുപ്പ് നയിക്കുമെന്നായിരുന്നു ഇതുവരെ പറഞ്ഞതും. സുധാകരന് കോൺഗ്രസിലുള്ള ഏറ്റവും വലിയ പോരായ്മ ഒപ്പം നിൽക്കാൻ ഒരുപാട് പേർ ഇല്ല എന്നതാണ്. KPCC അധ്യക്ഷനായ ശേഷവും ഇഷ്ടക്കാരെ വളർത്തിയെടുക്കുന്നതിൽ സുധാകരൻ ശ്രദ്ധിച്ചില്ല. പഴയ ഐ ഗ്രൂപ്പിലെ നേതാവ് എന്ന നിലയിലാണ് നിന്നത് എങ്കിലും ഐ ഗ്രൂപ്പിലെ സ്വന്തം ഗ്രൂപ്പിന്റെ നേതാവ് എന്നതു മാത്രമാണ് ഇപ്പോൾ സ്ഥാനം. പഴയ ഐ ഗ്രൂപ്പ് പ്രബലരായ 5 പേരുടെ കീഴിൽ വിഘടിച്ചു നിൽക്കുകയാണ്. ഐ ഗ്രൂപ്പിൽ ഒരു വിഭാഗം KC വേണുഗോപാലിന്റെ കീഴിൽ, പിന്നൊരു വിഭാഗം VD സതീശന്റെ കീഴിൽ, മൂന്നാമതൊരു വിഭാഗം രമേശ് ചെന്നിത്തലയുടെ കീഴിൽ, നാലാമത്തെ ഗ്രൂപ്പ് K മുരളീധരൻ. ഇതെല്ലാം കഴിഞ്ഞ് K സുധാകരനും. ഇവരാരും ഗ്രൂപ്പ് ഉണ്ടെന്ന് സമ്മതിക്കുന്നില്ലെങ്കിലും ഐ ഗ്രൂപ്പ് 5 എന്നാണ് കോൺഗ്രസുകാർക്കും സംശയമില്ലാത്തൊരു കാര്യം. ഐ ഗ്രൂപ്പിലെ 4 വിഭാഗവും എതിരായി എന്നതാണ് ഇപ്പോൾ K സുധാകരനെതിരായ ഘടകവും.